back to our YouTube channel. അജിയണനും പിള്ളേരും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിം സെക്ഷനോട്ടാണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മള് ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയൊരു ഗെയിം സെക്ഷൻ. ഇപ്പം അതിന്റെ ആൻസേഴ്സ് ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരിക്കും. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിപ്പം അച്ഛനോടും അമ്മയോടും നമ്മൾ ചോദിക്കുമ്പം അവരുടെ ഒരു ഒപ്പീനിയൻ വെച്ച് ഇതിൽ ആരാണെന്നുള്ളത് വെച്ച് അവര് അല്ലേ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പൗഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളെ വാരി പൂശും ഓരോന്നിന്റെ ആൻസർ അനുസരിച്ചിട്ട്. അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടാമത് തന്നെ ഞങ്ങൾ ചെയ്യാൻ കാരണം നമ്മളെ കുറിച്ച് കൂടുതലും കൂടെ ഇത് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ചത്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു കസിൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്ത് തന്നെയാണ് വീട്. ഞാൻ ഇപ്പൊ വിളിക്കാം. രശ്മി, ഇതാണ് നമ്മുടെ രശ്മി. എന്റെ അച്ഛന്റെ അനുജന്റെ മകന്റെ മകളാണ് രശ്മി. ബാങ്കിൽ വർക്ക് ചെയ്യും. വാട്ടർ അതോറിറ്റിയാണ്. എഡിറ്റിംഗ് ഒന്നുമില്ല, നമ്മൾ ഫുൾ ലൈവ് ആണ് ഗൈസ്. ഈ വാട്ടർ അതോറിറ്റിയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവള് വന്നേ ഉള്ളൂ ജോലി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പിനായിട്ട് വന്നതാണ്. പേര് രശ്മി. എന്റെ പല ഫ്രണ്ട്സിനും അറിയായിരിക്കും രശ്മിയെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. വീട്ടിൽ ആരാണ് ഗോസിപ്പ് ക്യൂൻ? ഞാൻ ഇപ്പം അതിന്റെ ഒരു കാര്യം കൊണ്ട് പറയാം. ഞാൻ പിള്ളേരെ സംബന്ധിച്ച് രണ്ടുപേരും വലിയ കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെയാണ് പറയുന്നത്. അതൊരു നഗ്നമായ സത്യമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരാണ് കൂട്ടത്തിലെ മടിച്ചി? അയ്യോ, ഇവിടെ പരസ്യമായിട്ട് ഇതാണ് മടിച്ചിക്കുട്ടി. ഞങ്ങളുടെ ഏറ്റവും വലിയ മടിച്ചിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവണിക്കുട്ടിയാണ്. ഭയങ്കര ഉടായിപ്പാണ്. ഓക്കെ, പല സത്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ പറയുന്നത് ആവണിയാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോരട്ടെ. അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ആരെ കണ്ടാലും 32 പല്ല് കാണിച്ച് ചിരിക്കുന്നതാര്? അയ്യോ, അത് ആവണിയാ. എനിക്ക് ഇച്ചിരി മനുഷ്യപ്പറ്റി കൂടി പോയി. അതുകൊണ്ട് ഞാൻ ചിരിച്ചു കാണിക്കുന്നത്. ഇവിടെ ആരും അറിയാവുന്നവരെ കണ്ടപ്പോൾ ചിരിച്ചു കാണിക്കത്തില്ല. എന്താ ചെയ്യാൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഫോണിൽ കുത്തുന്നതാര്? ചെറിയൊരു മനസ്സുഖം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഫോണില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ശരിക്കും വരച്ചേക്കണം കേട്ടോ. ഇതെന്താ പുലിക്കളിയാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ദിവസം മുഴുവൻ ഉറങ്ങാൻ സമയം കിട്ടിയാൽ ഉറങ്ങുന്നതാര്? ആവണി. വേറെ ആവണിയാണ്. കൂടുതലും ഗൈസ് ഉറങ്ങുന്നത് അക്കുവാണ്. ഞാൻ എണീറ്റാ പോലും എണീക്കാറില്ല, വിളിച്ച് പൊക്കുവാണ് ചെയ്യുന്നത്. അത് ശരിയാണ്. പക്ഷെ ഏറ്റവും വലിയ മടിച്ചി എന്ന് പറഞ്ഞാൽ ആവണിയാണ്. കഴിഞ്ഞതാണ്. ഏറ്റവും നന്നായി ഫുഡ് ഉണ്ടാക്കുന്നത് ആരെ? ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ആവണിയാണ്. വളരെ ടേസ്റ്റിയാണ് ഫുഡൊക്കെ. അത് ഏറ്റവും നന്നായി കഴിക്കുന്നതായിരുന്നു. അത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ആവണി തന്നെയാണ്. അതും ആവണി തന്നെയാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആവണി തന്നെയാണ്. അടുത്തത് ആരാണ് ബ്യൂട്ടി കോൺഷ്യസ്? അയ്യോ, അത് അക്കുവാ. സാമി. അടുത്തത്. ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് ആര്? ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന അക്കുവാ.
അങ്ങനെ ഞങ്ങൾക്ക് ഉടായ്പൊന്നുമില്ല. അതെ. ഞങ്ങള് നേരെ വാ നേരെ പോ, പക്ക പക്ക. അത്രേ ഉള്ളൂ. ഇത് പക്ക ഉടായ്പ. ഒരു എഫർട്ടും ഇല്ല. വല്ലവരും പിന്നെ വലിയൊരു എഫർട്ട് എടുക്കുന്നെങ്കിൽ അതിന്റെ കൂടെ ഉണ്ടാവും. ഏറ്റവും നന്നായി പഠിക്കുന്നതാര്? ഏറ്റവും നല്ല പഠിക്കുന്നത് ആവണിയാണ്. പക്ഷെ ചൂടെ ചൂടെ ഓക്കെ. ഏറ്റവും കൂടുതൽ ഡ്രസ് വാങ്ങി കൂട്ടുന്നത് ഡ്രസ് ഇവിടെ 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 ഇരിപ്പുണ്ട്. ആള് ചെറുതാണെങ്കിലും ഭയങ്കര പരിപാടികളാ. നമ്മള് വൃത്തിയായിട്ട് നടക്കണമല്ലോ, അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുകയാണ്. ഇത് ഇന്ന് ഇവരെ പൂശിയങ്ങ് വിടും. ഒരു രണ്ടുപേരെ ഇവരെ കടുവ പോലെ അങ്ങ് ആക്കും ഞങ്ങള്. ഏറ്റവും കൂടുതൽ വാശി കാട്ടുന്നതാര്? ഏറ്റവും കൂടുതൽ വാശി കാട്ടുന്നത് അക്വ 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 അക്വ. ഞാൻ പാവമാണ്, അമ്മ എന്തോ എനിക്ക് വാശിയുള്ളത്. രണ്ടുപേർക്കും വാശിയുണ്ട്, എന്നാലും കൂടുതലായിട്ട് അക്കുവാണ് വാശി കാണിക്കുന്നത്. ഞാനൊരു നിഷ്കളങ്കയാണ് ഗൈസ്. ഞാൻ വാശി അങ്ങനെ കാണിക്കാറില്ല. പിന്നെ എന്ത് ചെയ്യാൻ, ഓണത്തിനുള്ള പൊരികളിക്കുള്ള പ്രാക്ടീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്സവ പറമ്പിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുന്നതാണ്. അത് അക്കുവ. അക്കുവാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അതെ പോയിരിക്കും. ഇവരാരും വരാറില്ല ഞാൻ ഉത്സവത്തിന്. ആർക്ക് അങ്ങോട്ട് ഇറങ്ങാനേ ആർക്ക് തരാം. അപ്പൊ ഞാൻ ഇപ്പൊ വിളിക്കാറില്ല. ഞാൻ എന്തെങ്കിലും എന്തേലും കാണണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടിട്ട് കോയിക്കലൊക്കെ ഞാനല്ലേ പോയത്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ ഉണ്ട് എന്ന് അതെ വിചാരിച്ച് ഉറപ്പായിട്ടും അങ്ങനെ കരുതിയാണ് അവിടെ വന്നത്. വീട്ടിൽ കോമഡിയും പുറത്ത് ട്രാജഡിയും ആര്? അമ്മയ്ക്ക് തെറ്റിപ്പോയതായിരിക്കും. അല്ല, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സംസാരമില്ല. ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. അങ്ങനെ ഇൻട്രോവേർട്ട് ഒന്നും അല്ല, എന്നാലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അക്കുവാണ്. നമ്മള് പിന്നെ എല്ലാവരോടും മിണ്ടും ഗൈസ്. പാവമാണ് കുട്ടി. അറിയത്തില്ലേലും കണ്ട ചിരിച്ചാണെങ്കിൽ ആരാന്ന് പോലും അറിയത്തില്ലേലും ചിരിച്ചാൽ മനുഷ്യത്വം കൂടിപ്പോയി. എന്ത് ചെയ്യാനാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ സംസാരിക്കുന്നതാര്? കൂടുതൽ സംസാരിക്കുന്നത് പിന്നെ രണ്ടുപേരും സംസാരിക്കും. അപ്പൊ രണ്ടുപേർക്കും വരച്ചേക്കാം. എന്താ ഓക്കെ, രണ്ടുപേരും സംസാരിക്കും. ഏറ്റവും ലേറ്റ് ആയി റെഡി ആകുന്നതാര്? അത് ഞാനാണ്. ലേറ്റ് റെഡി ഞാൻ തന്നെ വരച്ചേക്കാം. ഞങ്ങൾ രണ്ടും കറക്റ്റ് ടൈമിലൊക്കെ ഏകദേശം റെഡി ആവാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നതാര്? ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന ആവണിയാ. ഉടായിപ്പല്ലേ? വീണ്ടും വീണ്ടും ഏറ്റവും എന്റെ ജീവിതം. നെക്സ്റ്റ്. വഴക്കുണ്ടാക്കി നൈസായി മുങ്ങുന്നതാര്? അതാക്കുക. എല്ലാ പണിയും ഒപ്പിച്ച് നോക്കും. അവസാനം തലയിൽ എന്റെ തലയിലായിരിക്കും വരുന്നത്. നമ്മൾ കക്ക പഠിച്ചാൽ പോരെ, നമ്മൾ നിക്കാൻ പഠിക്കണം. അതാണ് തേങ്ങയാണ്. കഴിഞ്ഞ രശ്മി ക്വസ്റ്റ്യൻ കഴിഞ്ഞൂടി. ഓക്കെ ഗൈസ്, നമ്മുടെ ക്വസ്റ്റ്യൻ സെക്ഷൻ ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നമുക്ക് അല്ലേ കുറച്ചൊക്കെ ഞങ്ങൾ കഴിഞ്ഞെങ്കിലും ഇച്ചിരി രണ്ടുപേർക്കും ഇരിക്കണം. പുലികളിയുടെ ഒരു റീലും കൂടെ എടുക്കായിരുന്നു. ഇതിൽ ഞങ്ങളെക്കാട്ടും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇവർ രണ്ടുപേരുമായിരുന്നു. നിങ്ങൾ കണ്ട് മനസ്സിലാവും തോന്നുന്നു. അതെ, ഒരുമാതിരി പകരം വീട്ടുന്ന പോലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു അല്ലേ? അതിന്റെ പേരല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും വലിയ നല്ല നല്ല കണ്ടന്റ്സുമായിട്ട് നമ്മൾ എത്തുന്നത് വരെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ, കമന്റ് ചെയ്യാത്തവർ, ഷെയർ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.